പേരിന്റെ ഉത്തരവാദിത്തം നൈസായിട്ട് വെക്കണ്ട. അതിന്റെ പശ്ചാത്തലം എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീ റഹീം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പറ്റി അദ്ദേഹം പങ്കുവെച്ച അവിടെയാണ് ഞാൻ ഒരു ക്ലാരിറ്റി തരാം. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായി. അതിനുശേഷം അദ്ദേഹം ഒരു യാത്ര നടത്തി. ഇപ്പം ശ്രീ മുല്ലപ്പള്ളി വന്ന സമയത്ത് കോൺഗ്രസിന്റെ ബോർഡുകൾ ഇങ്ങനെ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു, മുല്ലപ്പള്ളിയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ. അപ്പൊ കോൺഗ്രസ് അപകടത്തിലേക്ക് പോവുകയാണ്. മുല്ലപ്പള്ളി വന്നതോടുകൂടി രക്ഷപ്പെടുമെന്നൊരു പ്രതീതിയാണുള്ളത്. മുല്ലപ്പള്ളി വന്നിട്ട് മുല്ലപ്പള്ളിയുടെ ആദ്യത്തെ പരിപാടി ഒരു കേരള യാത്രയാണ്. കേരള യാത്ര കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോഴൊന്നും ആളില്ല. അപ്പൊ അത് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയാണ്, പരിപാടി പൊളിഞ്ഞു. അപ്പോൾ അതേ സമയത്താണ് ഈ ലുട്ടാപ്പി എന്ന ക്യാരക്ടറിന്റെ നിറം മാറ്റുന്നതിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നു. അപ്പൊ മുല്ലപ്പള്ളിക്കില്ലാത്ത ജനപിന്തുണ ഇപ്പോഴത്തെ ലുട്ടാപ്പിക്കുണ്ട്. അപ്പൊ ഞാൻ എഴുതി, ലുട്ടാപ്പിയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ. ഞാനങ്ങനെ വിളിക്കില്ലല്ലോ, ഇത്രയും പോപ്പുലർ ആയ ഒരു പേര് ഞാൻ മുല്ലപ്പള്ളിക്ക് കൊടുക്കും. നെവർ കൊടുക്കില്ല. അതൊരു വിളിച്ചോട്ടെ. എന്നെ സംബന്ധിച്ച് സംശയം ഈ പുള്ളിക്കെതിരായിട്ടുള്ള ട്രോളൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് സംശയം. കാരണം